ഇത് നാടനാണ്, വൈറ്റ് സ്കിന്നി. മറ്റേ ബ്ലാക്ക് ഒറിജിനൽ കരിങ്കോഴി. കണ്ടോ ഏതാ മനസ്സിലാക്കിയോ? കണ്ടോ ഡാർക്ക് സ്കിന്നി പുള്ളി. അതെ ഓക്കെ. അത് കിട്ടും നിങ്ങളെ പേരെന്താട്ടാ? പേരെന്താ? രാജീവ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ്, നിലമ്പൂര്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എറണാകുളത്തുള്ളത്. ഞാൻ എജോ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ എജോ കൂട്ടന് 2 കരിങ്കോഴീനൊക്കെ വേണം പറഞ്ഞിട്ടേ കരിങ്കോഴീനെ വാങ്ങാൻ ഒരു ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എജോൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ പോകണം കേട്ടോ. അല്ലേ എജോൻ്റെ കൂടെ ഇതാണ് എജോൻ്റെ ഇലക്ട്രിക് സ്കൂട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടി ഓടിക്കണത്. സംഭവം അടിപൊളി കേട്ടോ. ഇത് ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടർ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഫെറിയൊക്കെ കടന്നിട്ട് വേണം ആ ഒരു ഫാമിലേക്ക് എത്താൻ. അപ്പോൾ ഫെറി 4:40 ഫെറി. അപ്പോൾ 4:40 ആവണതിൻ്റെ മുന്നേ നമുക്ക് അവിടെ എത്തണം. എങ്ങോട്ടാ എജോ? അല്ലേ ഇതാണ് പള്ളിപ്പുറം പള്ളി കേട്ടോ. അല്ലേ പള്ളിപ്പുറം അല്ലേ? പള്ളിപ്പുറം കിടിലം പള്ളിയാണേ. മഞ്ഞുമാതാ ബസ്ലിക്കയിലേക്ക് സ്വാഗതം. ഇതാണ് പള്ളിപ്പുറം പള്ളി. ഇത് ഇവിടുത്തെ ഫേമസ് ആയൊരു പള്ളിയാട്ടോ. മാലിയങ്കര ബ്രിഡ്ജ്. ഇതാണ് മാലിയങ്കര ബ്രിഡ്ജ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ വ്യൂ വണ്ടിയൊക്കെ എടുക്കാം. ഓ വീട്ടിലെ വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. വണ്ടി നിർത്താൻ പറ്റൂടെ? ആ സെൻറ്ററിൽ നിർത്താം അല്ലേ? ഓക്കെ പിടിച്ചോ. നമ്മൾ ജസ്റ്റ് നമ്മളെ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ല. അപ്പോൾ ഇതാണ് എജോൻ്റെ ഇലക്ട്രിക് സ്കൂട്ടി. ഓ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതെന്തിനാ നിർത്തിയിട്ടത്? അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പാലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. അയ്യോ കണ്ടില്ലേ? ഇതാണ് വ്യൂ. ഇപ്പോൾ നമ്മൾ ഫെറി കൂടെ വന്നില്ലേ, അത് ഏകദേശം അങ്ങനെ ആ ഒരു കോർണറിൽ അവിടെ നിന്നാണ് നമ്മൾ ഫെറിയിൽ പോയത്. അങ്ങനെ ഫെറി കൂടെ അങ്ങ് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പാലത്തിലേക്ക് ഇങ്ങനെ കയറുക ചെയ്തത്. അത്യാവശ്യം തിരക്കായി വരുന്നുണ്ടോ പാലത്തിൽ? ഫാൻറ്റം. ഇതിൻ്റെ പേരാണ് ഫാൻറ്റം അല്ലേ? കമ്പനീൻ്റെ പേരെന്താ?
അർബാൻ്റെ ഫാൻ്റെ മോഡൽ കിടിലൻ വണ്ടി കേട്ടോ. എന്നാൽ പോവില്ല, നല്ലൊരു മഴ വരുന്നുണ്ട്. ഈ മഴേൻ്റെ മുന്നേ നമുക്ക് ആ ഫാമിലെത്തണം. കണ്ടോ അവിടെ മഴ പെയ്യണ്ടേ, അങ്ങ് അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഫാമിലെത്തിയിട്ട് കാണാം. കയറൂലേ? ഇവിടെ അടിപൊളി വീട്. ഏതാ വീട്? നീ അറിയാൻ മുന്നേ പോട്ടെ. അപ്പോൾ നമ്മളുടെ സ്കൂട്ടിയെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നടന്നു പോവുകയാണ്, വീട്ടിലേക്ക് വണ്ടി പോകില്ല. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരുപാട് വീടുകളുണ്ട് ഈ പാടത്ത്, പക്ഷേ വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ വെള്ളമാണ്. കണ്ടില്ലേ, അടിപൊളി. മലപ്പുറത്തുനിന്ന് വന്നിട്ടേ എറണാകുളത്ത് ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ നമുക്ക് അതിശയട്ടോ. ഫുൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ. ഓ, ഈ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇടങ്ങേറ് കാലിന്, കാരണം വൃത്തികെട്ട വെള്ളമാണ് ഈ വിളിച്ചു വരുന്നത്. ഓ, കാൽമക്കൂട്ട് തരിപ്പൊക്കെ കയറണ്ടായച്ചോ. അയ്യാടുന്ന ഞാൻ വരാം. എന്തായാലും വേസ്റ്റ് വെള്ളമൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് മഴയത്ത്, പിന്നെ ഒന്നുകൂടി ഫ്രഷ് വെള്ളമാവും. ഇത് കണ്ടില്ലേ, ഒരു അടിപൊളി വീടാണ്. പക്ഷേ പറഞ്ഞിട്ടുണ്ട കാര്യം, വീടിൻ്റെ മുറ്റം ഫുൾ വെള്ളക്കെട്ടിലാണ്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് കോഴി ഫാമിലേക്ക് പോവാം. താമസം ഉണ്ടാവും, ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ആ കണ്ട മരത്തിൻ്റെ ചിപ്പിളി ഉണ്ടോ ഞാൻ പറഞ്ഞേ. എന്താ അത് കാട് പിടിച്ച് കിടക്കണ ഫാമ്. എറണാകുളം സിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ അതോലോകോ ോ. ഈ ബ്ലാക്കോ? ബ്ലാക്ക് പോളിഷ് ക്യാപ്പ്. പോളിഷ് ക്യാപ്പ്. അത് കിട്ടും. നിങ്ങളെ പേരെന്താ? പേരെന്താ? എൻ്റെ പേരാ രാജീവ്. രാജീവ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ്, നിലമ്പൂര്. അതെ. അങ്ങോട്ടൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ എങ്ങനെ എന്താ ചെയ്യുന്നത്? സപ്പറേറ്റിനോ നിങ്ങളെ കൊണ്ടുവരുന്നത് ഫാൻസിലേ. സപ്പറേറ്റിനോ നിങ്ങൾ മലപ്പുറത്തോട്ടാണ് കൊണ്ടുവരുന്നത്. സപ്പറേറ്റ് ഇല്ല നമ്മുടെ. ഞാൻ നിലമ്പൂരാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിലേ കൊറിയർ എന്താ എങ്ങനെയാ ആ വണ്ടിക്കോ? ഇപ്പൊ പ്രൈവറ്റ് ബസ് ലോങ് ഇല്ലാത്ത കാരണം പണിയാണ്. മറ്റേത് പ്രൈവറ്റ് ബസ് അല്ല, ഒരു വണ്ടി ഉണ്ടല്ലോ കൊറിയർ ആയിട്ട് പോണേ. വണ്ടികളുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഞാൻ വിട്ടിരുന്നതാണ്. ഇടയ്ക്ക് വിടാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചാളായി വിടുന്നില്ല, കൊറോണ ടൈമിൽ വിട്ടിരുന്നേ. ഇവിടെ തന്നെ ഓർഡർ ഉള്ളതുകൊണ്ടേ. കൊറോണ ടൈമിൽ അത് ഒരുപാട് വിപുലമായത്. ഇപ്പൊ ഒരുപാട് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയാക്കണതാണ്. അതായത് ഞാൻ അതിന് ചില്ലറ കൊടുക്കാണ്ടിട്ടാക്കുന്നത്. 5 മാർക്കൊക്കെ കൊടുത്ത് തീർന്നു ഞാനത്. അപ്പൊ അവർക്ക് അകലെന്ന് വന്നതുകൊണ്ട് 40 അല്ലെങ്കിൽ 50 എണ്ണം വേണം, അല്ലാണ്ട് അവർ വരൂലേ. അതെ ശരിയാ. അങ്ങനെ നിർത്തിയാക്കിയാണ്. അതിൽ കൂടാണ്ടെന്ന് ഒഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അതാ ഈ പൊടിയാ വേണ്ടത്. വഴി പോവാ. കരിങ്കോഴി ഒറിജിനലാണ്. കാണില്ല, കരിങ്കോഴി കാണില്ല. കരിങ്കോഴി കറുത്തത് കണ്ട് കാണുന്നില്ല ഗൈസ്. വേറെ ഐറ്റംസ്
കരിങ്കോഴിയുടെ വില നമ്മൾ കൊടുക്കണത് ആ ഇപ്പൊ ഞാൻ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കണത്. ആണല്ലേ? ആ കൈ കൊടുക്കുന്ന ഒരു റേറ്റിലാണ് കൊടുക്കുന്നത്. ആ ഈ പൊടി നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങല്? മറ്റേ ചിപ്പിലി പൊടി മരത്തിന്റെ ചിന്തേര് ഈ മരത്തിന്റെ പണിയുടെ സ്ഥലമില്ലേ, അവിടെ ചിന്തേര് തള്ളുന്ന സ്ഥലമില്ലേ, കരണ്ടില് ചിന്തേര് വെള്ളമില്ലേ, അവിടെ എടുക്കണതാണ്. നമ്മളുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചട്ടിക്കാട് പള്ളിയുടെ ഇപ്പുറത്തുണ്ട്. അവിടെ ഉണ്ടല്ലേ? ഇപ്പോഴുണ്ടാന്ന് വെച്ചാൽ പണിയുള്ള ദിവസം അവിടെ ഉണ്ടാവും സാധനം. നമ്മൊന്നൊരു ഉച്ച നേരത്തെ ഒരു മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും പണിയുള്ള ദിവസം. ഹലോ, പണിയുള്ള ദിവസം അത് അമ്മച്ചിനെ വിളിച്ചാറിന് ജോയിസി ചേച്ചിന നല്ല വഴിയാട്ടോ. മൂന്ന് കട ഒരു പൂനാക്കല്ലേ? അതേ ജോയി അങ്ങനെ എന്തോണ് അറിയാൻ പറ്റുള്ളൂ. 123 EJO 123 ആട്ടെ. ചേട്ടോടെ ഇങ്ങനെ കാട് പിടിച്ചെടുക്കുമ്പോ പാമ്പിന്റെ ശല്യമൊന്നുമില്ല? നീർക്കോലിയും ചേരൊക്കെ പോണതാണ്. ആ ഇങ്ങനെ മല്ലവഴിയിൽ ചേര വെള്ളത്തിൽ കൂടെ വരണം. ആണല്ലേ? ആ ഞാനതിൻ്റെ അടുത്ത് പോരോ ചെയ്യുന്നില്ല. ആ ചേര പിന്നെ പേടിക്കുന്നുണ്ട. ഇവനെ നമുക്കങ്ങോട്ട് കറക്റ്റായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല കരിങ്കോഴിയുടെ ഇപ്പോഴേ. ഈ പ്രായമുണ്ട്. അത് തന്നെ ഞാൻ പെടയായിരിക്കുള്ളൂ കൂടുതൽ നിങ്ങളിലേ. പൂവൻ കുറവായിരിക്കുള്ളൂ. ആടാൻ കയറിയാൻ പറ്റില്ല. പൂവനാണ് അത് കറുത്തത്. ഇനിയിപ്പോ നമുക്കിപ്പോ പൂവൻ വേണമെങ്കിൽ ഒന്നും കൂടി വലുതായി കിട്ടൂലേ? കിട്ടും. അപ്പൊ ഒന്നും കൊണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും. പൂവനുണ്ടെങ്കിലേ വലുതൂരം ആവണം കേട്ടോ. വലുതായാലും അറിയാൻ പറ്റുള്ളൂ. അതെ, എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. വളർത്തുമ്പോൾ അതേപോലെ നിലത്ത് വളർത്തണതാ. നിലത്ത് വളർത്തണം അതേപോലെ ഈ പൊടിയൊക്കെ ഇട്ടിട്ട്. എടുത്തോ കേട്ടോ. നൂറ്റാറ് പൂവനായിരിക്കും കേട്ടോ. അതിലെ വലിയ തന്നെയാണ്. അപ്പോൾ 4 കേട്ടോ. നോക്കിയാൽ ഇതേതാണ് ചേട്ടാ ഇവിടെ? അത് നാടൻ. അവിടെ നമ്മൾ പോയില്ലല്ലേ? അങ്ങോട്ട് പോവാൻ ഇത് നാടൻ കോഴിൻ്റെ സെക്ഷനാണ്. കണ്ടില്ലേ? നല്ല അത്യാവശ്യം മഴക്കാർ മൂടിക്കണം. അതാണ് ഇവിടെ ആകെ ഇരുട്ട് മൂടിയിട്ട് കാണാത്ത. ലൈറ്റും ഇല്ല, കറണ്ടും ഇല്ല ഇവിടെ. ഇത് നാടനാണ്. വൈറ്റ് സ്കിന്നി. മറ്റേ ഒറിജിനൽ കരിങ്കോഴി. കണ്ടോ? ഏതാ മനസ്സിലാക്കിയോ? കണ്ടോ? ഡാർക്ക് സ്കിന്നി. പുള്ളി അതെ. കാലി. ഓക്കെ, എടുത്തോ. കുഞ്ഞാണോ? കോഴീനൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴേ നല്ല മഴ. അപ്പോൾ അത് ഞങ്ങൾ ഈ ചായപ്പിൽ ഇങ്ങനെ മഴ കൊള്ളാതെ നിൽക്കുകയാണ്. ഞാൻ ഈ എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ കണ്ട സ്ഥലങ്ങളൊക്കെ അടുപ്പിച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? കുറേ കാടുണ്ട്, കുറേ മരങ്ങളുണ്ട്. ആഹാ, അടിപൊളി.